ഒരാൾ എന്തെങ്കിലും ഒന്ന് നേടിയാൽ അതിനോട് പറ്റിച്ചേർന്നുകൊണ്ട് അതിൻ്റെ ബെനിഫിറ്റ്സ് അടിച്ചു മാറ്റാൻ എത്തിച്ചേരുന്ന ചില ആളുകളുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഇവർ വലിയ അപകടകാരികളൊന്നുമല്ലെങ്കിലും യാതൊരു മുതൽ മുടക്കുമില്ലാതെ മറ്റൊരാളുടെ വിയർപ്പിൻ്റെ അംശം പങ്കുപറ്റാൻ വരുന്ന ഇവരെ അകറ്റി നിർത്തുക എന്ന് തന്നെയാണ് യുക്തി. പറഞ്ഞു വരുന്നത് നമ്മുടെ ദാസേട്ടൻ കോഴിക്കോടിനെ കുറിച്ചാണ്. ഓർമ്മയിലെ രേണുസുധിയുടെ നായകനായി റീൽസുകളിൽ അഭിനയിച്ച ദാസേട്ടൻ കോഴിക്കോടിനെ. രേണുവിൻ്റെ കരിയർ തുടങ്ങിയത് താൻ വഴിയാണെന്നാണ് പുള്ളി അവകാശപ്പെടുന്നത്. പുള്ളി ഇല്ലായിരുന്നുവെങ്കിൽ രേണു എവിടെയും എത്തില്ലായിരുന്നു എന്നാണ് പുള്ളി പറഞ്ഞത്. അതിനെതിരെ എസ് ശാരദക്കുട്ടി അടക്കം പലരും രംഗത്ത് വന്നിട്ടുമുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ദാസേട്ടൻ പറയുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു ചെറിയ ഇടവേള കൊണ്ട് തന്നെ ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി അതിലൂടെ പിടിച്ചു കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആളാണ് രേണുസുധി. കൊല്ലം സുധിയുടെ ഭാര്യ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയിരുന്ന അവർ ഇന്ന് രേണുസുധി എന്ന ബ്രാൻഡായി മാറിയിരിക്കുന്നു. കൊല്ലം സുധി എന്ന വ്യക്തി ഇപ്പോൾ രേണുസുധിയുടെ ഭർത്താവ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയെന്ന് സാരം. തനിക്ക് കിട്ടിയ കുറച്ച് സമയം കൊണ്ട് ആളുകൾ ഇത്രയേറെ വിമർശിക്കുമെന്ന് അറിഞ്ഞിട്ടും തൻ്റെ കഴിവ് കൂടുതലായി പ്രയോഗിച്ച് അവിടെ നിലകൊള്ളാൻ ശ്രമിക്കുന്ന ആളായതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ ആളുകൾക്ക്, പ്രത്യേകിച്ച് ഒരു മികച്ച അവസരം ജീവിതത്തിൽ വന്നാൽ മാത്രം രക്ഷപ്പെടുമെന്ന് പറയുന്ന ആളുകൾക്ക് ഒരു മാതൃക കൂടിയാണ് അവർ. തൻ്റെ ജീവിതം തുടങ്ങുമ്പോൾ രേണുവിൻ്റെ കയ്യിൽ കൊല്ലം സുധിയുടെ ഭാര്യ എന്നുള്ള ഒരു ഇമേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്നും പൊട്ടിപ്പെണ്ണായി അഭിനയിച്ച് ആ രീതിയിൽ ഗെയിമുകൾ കളിച്ച് അവർ ഇന്ന് എത്തി നിൽക്കുന്ന ദൂരം അത്ര ചെറുതല്ല എന്ന് വേണം പറയാൻ. അതിൽ പല ആളുകൾക്കും പങ്കുണ്ട് എന്നിരുന്നാലും അവരുടെ ബേസ് അവരുടെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. ജീവിച്ചേ മതിയാവുന്ന ആറ്റിറ്റ്യൂഡ്. ജീവിതത്തിൽ പല രീതിയിൽ ആളുകളാൽ ആക്രമിക്കപ്പെട്ട സ്ത്രീയാണ് അവർ. എന്നിട്ടും അതെല്ലാം മാറ്റിവെച്ച് തനിക്ക് നേരെ എറിയുന്ന വടികളെല്ലാം ഊന്നുവടിയായി മാറ്റിയാണ് അവർ എഴുന്നേറ്റ് വന്നത്. അത് അവരുടെ വിജയം തന്നെയാണ്. വിമർശിക്കുന്നവരെല്ലാം ഒടുവിൽ അവരുടെ ഫാനായി മാറുകയാണെന്ന് കൂടി പറയേണ്ടി വരും. നമ്മളൊന്നും കരുതിയതുപോലെയല്ല. അതിന് എന്തൊക്കെ വേണമെന്ന് രേണുവിന് നന്നായിട്ട് തന്നെ അറിയാം. ഒരു പൊട്ടിപ്പെണ്ണിൻ്റെ ഇമേജ് മാത്രമായി വന്നുകൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തം ഭരിക്കുന്ന ഒരാളായി രേണു മാറിയിട്ടുണ്ട്. രേണുവിൻ്റെ ഒരു വീഡിയോ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ വന്നാൽ അതിന് താഴെ വീഴുന്ന കമൻറ്റുകൾ അങ്ങേയറ്റം മോശമാണെന്ന് നമുക്കെല്ലാം അറിയാം. കൂടുതൽ പേരും അങ്ങനെ തന്നെയാണ് രേണുവിനെ കമൻറ്റ് ചെയ്യാറുള്ളത്. എന്നാൽ അതെല്ലാം കണ്ടിട്ടും തനിക്ക് വല്ലാതെ കൊള്ളുന്നവയ്ക്ക് മാത്രം മറുപടി നൽകി ബാക്കിയുള്ളതിനെ അർഹിക്കുന്ന പരിഗണനയോട് കൂടി തന്നെ തള്ളിക്കളയുകയാണ് രേണു ചെയ്യാറുള്ളത്. എസ് ശാരദക്കുട്ടി പറഞ്ഞതുപോലെ നമ്മളെല്ലാം ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും എന്നും നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് തിക്കിത്തിരക്കി വരുന്ന ആൾ തന്നെയാണ് രേണു. അവരുടെ ഒരു റീലെങ്കിലും കാണാത്ത, അല്ലെങ്കിൽ അവരെ വിമർശിക്കുന്നവരുടെ ഒരു വീഡിയോ എങ്കിലും കാണാത്ത ഒരു ദിവസം കുറച്ച് കാലങ്ങളായി നമുക്കില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ പിന്നെ ഈ രക്ഷിതാക്കളുടെ ഒക്കെ ആവശ്യം എന്താണ്? നിസ്സാരം. ദീപസ്തംഭം മഹാഐശ്വര്യം. എനിക്ക് കിട്ടണം പണം, അത്ര തന്നെ.